ഹലോ എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പനീസ് ആറ്റ് 2013 അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ഹിസ്റ്ററി, അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് കമ്പനി മീനിങ് ആൻഡ് ഡെഫിനിഷൻ, അതുപോലെ ടൈപ്സ് ഓഫ് കമ്പനി. ആ കാര്യങ്ങളൊക്കെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. The word company is derived from the Latin word cum, which means together, and the word panis, which means bread. In simple language, the term company means an association of persons formed for some common purpose. അതായത് കമ്പനി എന്ന് പറയുന്നത്, ദ വേർഡ് കമ്പനി ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡായിട്ടുള്ള കം എന്ന വേർഡിൽ നിന്നും അതുപോലെ പനീസ് എന്ന വേർഡും കൂടിയിട്ടാണെന്ത് ഡിറൈവ് ചെയ്തിട്ടുള്ള കമ്മിൻ്റെ മീനിങ് ആണ് ടുഗെദർ, അതായത് ഒരുമിച്ച് നിൽക്കുക. പനീസ് എന്ന് പറഞ്ഞാൽ ബ്രെഡ്, അപ്പോൾ ഒരുമിച്ച് സ്പ്രെഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളൊരു മീനിങ് ആണെന്ത് കമ്പനി എന്ന മീനിങ് വരുന്നത്. സിമ്പിൾ ലാംഗ്വേജിൽ ഇത് കമ്പനി പറയുമ്പോൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് പെർഫോംഡ് ഫോർ സം കോമൺ പർപ്പസ്, ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കുറേ പേഴ്സൺസിൻ്റെ അസോസിയേഷനെ, ഒരു ഗ്രൂപ്പിനെയാണ് എന്ത് സിമ്പിൾ ലാംഗ്വേജിൽ കമ്പനി എന്ന് പറയുന്നത്. A company is a corporate body comprising a large number of persons with greater capital and engaged in more extensive enterprises and trading under a title not disclosing the name of individuals. അതായത് കമ്പനി എന്ന് പറഞ്ഞ ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. അവിടെ ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ടായി, അത് ഒരുപാടധികം ആൾക്കാരുണ്ടായിരിക്കും, ഗ്രേറ്റർ ക്യാപിറ്റലായിരിക്കും, കൂടുതൽ ക്യാപിറ്റലൊക്കെ കമ്പനിയിൽ ഉണ്ടായിരിക്കും. അതുപോലെ ഒരുപാട് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള എൻ്റർപ്രൈസിലൊക്കെ ആയിരിക്കും അവർ എൻഗേജ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ട്രേഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഇവർ ട്രേഡിംഗ് ആയിരിക്കും ഇവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അണ്ടർ എ ടൈറ്റിൽ നോട്ട് ഡിസ്ക്ലോസിങ് ദി നെയിം ഓഫ് ഇൻഡിവിജ്വൽസ്, അതായത് അവരുടെ നെയിംസൊന്നും, ഇൻഡിവിജ്വൽസിൻ്റെ നെയിംസൊന്നും ഇവരെന്ത് ചെയ്യില്ല, ഡിസ്ക്ലോസ് ചെയ്യില്ല. According to Section 220 of the Companies Act 2013, a company means a company incorporated under this Act or under any previous company law. അതായത് സെക്ഷൻ 220 കമ്പനീസ് ആക്ട് 2013 220 പ്രകാരം ഈ കമ്പനി എന്ന് പറയുന്നത് ഈ ആക്ട് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഒന്നാണെന്ത്, അല്ലെങ്കിൽ ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ, ഏതെങ്കിലും പഴയ കമ്പനി ലോൻ്റെ ആക്ട് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഒരു കമ്പനിയാണെന്ത് കമ്പനി എന്ന് ഈ സെക്ഷൻ 220 പറയുന്നത്. അക്കോർഡിംഗ് ടു W.H. Haney defines, according to W.H. Haney, a company is an incorporated association which an artificial persons created by law having separate entity with a perpetual succession and a common seal. അതായത് W.H. ഹാനിയുടെ അഭിപ്രായത്തിൽ കമ്പനി എന്ന് പറയുന്നത് ഒരു ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷനാണ്. അതായത് ഒരു ഇൻകോർപ്പറേറ്റുള്ള ഒരു ഗ്രൂപ്പ്, ഒരു അസോസിയേഷനാണ് എന്ത് കമ്പനി എന്ന് പറയുന്നത്. അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിരിക്കും. അത് കമ്പനി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പേഴ്സൺ അല്ല, അതൊരു ആർട്ടിഫിഷ്യലായിട്ട് പിന്നെ നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്ത് കമ്പനി എന്ന് പറയുന്നത്. അവർക്കൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ പെർപ്പച്വൽ സക്സഷനും അതുപോലെ കമ്പനിയുടേതായിട്ടുള്ള ഒരു കോമൺ സീലും ഉണ്ടായിരിക്കും. ഇതിനെയാണ് എന്ത് കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ പറയുന്നത് ജസ്റ്റിസ് ജെയിംസ് ഡിഫൈൻസ് എ കമ്പനി ആസ് എ കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് യുണൈറ്റഡ് ഫോർ കോമൺ ഒബ്ജക്റ്റ്. അതായത് ഇത് ഒരു കോമൺ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് യുണൈറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസിനെയാണ് കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. First characteristic, voluntary association. A company is voluntary association of persons, that is, it can neither compel a person to become its member nor to give up his membership. It is the personal choice of people and their desire to get profit or some other object of their own which inspires them to become മെമ്പർ ഓഫ് ദി കമ്പനി. അതായത് കമ്പനി എന്ന് പറയുന്നത് ഒരു വോളണ്ടറി അസോസിയേഷൻ,
ഒരാളെയും കമ്പൽ ചെയ്തിട്ടല്ല ഒരു കമ്പനിക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഒരു പേഴ്സൺസിൻ്റെ ഒരു വോളണ്ടറി, അവർ സ്വമേധയായ പിന്നെ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് എന്ത് കമ്പനി എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു മെമ്പർ ഒരു കമ്പനിയിലെ മെമ്പർ ആകുന്നത്. അപ്പോൾ കമ്പനി എന്ന് പറയുന്നത് വോളണ്ടറി അസോസിയേഷൻ, സ്വമേധയായിട്ട് ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് എന്ത് കമ്പനി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതായത് കമ്പനി എന്താണ്, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. എന്ന് വെച്ചാൽ ഒരു കമ്പനിയിലെ മെമ്പറും അതുപോലെ കമ്പനി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഒരു കമ്പനിയിലെ മെമ്പർ, അതായത് ഒരു കമ്പനിയുടെ ഹോൾഡർ അല്ലെങ്കിൽ എടുത്ത ഓണർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡറൊക്കെ എന്തായിരിക്കില്ല, അതിൻ്റെ കമ്പനിയുടെ ഒരു ഭാഗം മാത്രമായിരിക്കും. അവിടെ ഒരിക്കലും കമ്പനിയുമായിട്ട് ബന്ധമുള്ളവർ മാത്രമായിരിക്കും, ഒരിക്കലും കമ്പനി ആവില്ല അവർ. അപ്പോൾ കമ്പനി എന്നൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അതായത് നിയമം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ് എന്ത് കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പെർpetual succession. A company has perpetual succession and is independent of the life of its members. Its existence not affected in any way by the death, insolvency of any shareholder. അതായത് പെർpetual succession ഉണ്ടായിരിക്കും, സ്ഥിരമായിട്ട് എന്താണ് നിലനിന്ന് പോകും, ഒരു അവകാശം എന്തിലുണ്ടായിരിക്കും, കമ്പനിയിലുണ്ടായിരിക്കും. അതായത് കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡർ അയാൾക്ക് എന്ത് സംഭവിച്ചാലും, ഡെത്ത് ആവുകയാണെങ്കിൽ, മരിച്ചു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻസോൾവൻ്റ് ആവുകയാണ്, അതായത് സ്വത്തൊക്കെ നഷ്ടപ്പെട്ട് അയാളുടെ അസറ്റ്സൊക്കെ നഷ്ടപ്പെട്ട് പോവുകയാണെങ്കിലും, അല്ലെങ്കിൽ അയാൾക്ക് എന്ത് പറ്റുകയാണെങ്കിലും അത് ഒരിക്കലും കമ്പനിയെ അഫക്റ്റ് ചെയ്യില്ല. ഒരു ഷെയർ ഹോൾഡർക്ക് പറ്റി ഒരിക്കലും കമ്പനിയെ അഫക്റ്റ് ചെയ്യില്ല. കമ്പനി എന്താണ് പെർpetual succession ഉണ്ടായിരിക്കും, അതായത് ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സൊക്കെ എന്ത് ചെയ്യും, ഈ കമ്പനിയായിട്ട് മുന്നോട്ട് പോകും. നെക്സ്റ്റ് പറയുന്നതാണ് കമ്പനി ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. The liability of the members of a company is generally limited. In the case of a company limited by shares, the liability of member is limited to the extent of the nominal value of shares held by them. അതായത് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ കമ്പനിയുടെ ലാബിലിറ്റി, കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അതായത് ഒരു ഷെയർ ഹോൾഡർ എത്രയാണോ കമ്പനിയിൽ ഷെയർ വാങ്ങിയിട്ടുള്ളത്, പർച്ചേസ് ചെയ്തിട്ടുള്ളത്, അതിനുള്ള അയാൾ എത്ര ഷെയറാണ് പർച്ചേസ് അത്രയ്ക്കുള്ള ലാബിലിറ്റി അയാൾക്ക് ഉണ്ടായിരിക്കുള്ളൂ. അയാളുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ കമ്പനിയുടെ ലാബിലിറ്റി, അതിൽ ഷെയർ ഹോൾഡേഴ്സ് അയാളുടെ മെമ്പറുടെ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആയിരിക്കും. പക്ഷേ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ അയാൾ എത്രത്തോളം ഷെയർസ് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ലാബിലിറ്റി ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് പറയുന്നതാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻ ടു ഷെയർസ് വിച്ച് മേ ബി ഫോർ എ സർട്ടൻ എമൗണ്ട്, സേ ₹100, ₹10, ആൻഡ് ഇൻ പബ്ലിക് കമ്പനി ദി ഷെയർസ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. അതായത് പബ്ലിക് കമ്പനിയുടെ കേസിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, അവിടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. പബ്ലിക് കമ്പനിയുടെ കേസിൽ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഷെയർസ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആൻഡ് ഇറ്റ് കനോട്ട് ബി ടേക്കൺ എവേ ഇൻ എ പ്രൊവിഷൻ ഇൻ ദി ആർട്ടിക്കിൾസ്. അതായത് ആർട്ടിക്കിൾസ് പ്രകാരം ഇവർക്ക് എന്ത് ചെയ്യാം, പബ്ലിക് കമ്പനിക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാം. നെക്സ്റ്റ് പറയുന്നതാണ് ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. അതായത് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതായത് ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാങ്കല്പിക കഥാപാത്രം എന്നുള്ള രീതിയിലാണ് ഒരു കമ്പനി അത് ക്രിയേറ്റ് ചെയ്ത ഒരു ലീഗൽ പേഴ്സൺ ആണെന്ത് കമ്പനി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ എ പ്രോസസ് അതർ ദാൻ നാച്ചുറൽ ബർത്ത്. ഇതൊരു പ്രോസസ്സിലൂടെയാണ് ക്രിയേറ്റ് ചെയ്തത്, ഒരിക്കലും എന്താണ് നാച്ചുറൽ ബർത്തിലൂടെ അല്ല. അപ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ത് ഒരു കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് കോമൺ സീൽ. അതായത് കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ കമ്പനിയുടെ സീൽ, അതിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഒരു കോമൺ സീലായിരിക്കും. ആ കമ്പനി അതിൻ്റെ കോമൺ സീലിലാണ് കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. അതായത് ഒരു കമ്പനി എന്താണ് ഒരു ലീഗൽ പേഴ്സൺ ആണ്. അപ്പോൾ ഈ കമ്പനിക്ക് എന്തുണ്ട്, ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസും ഉണ്ട്. ഒരു ഒറ്റയ്ക്ക് നിൽക്കാനുള്ള നിലനിൽപ്പിനുള്ള സാഹചര്യം കമ്പനിക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാം, ഒരാൾക്കെതിരെ സ്യൂ ചെയ്യാം, ഫയൽ ചെയ്യാം, കേസൊക്കെ ഫയൽ ചെയ്യാം.
എന്തിനെങ്കിലും എതിരെ, അതായത് ലീഗൽ ഒബ്ലിഗേഷൻസിനൊക്കെ പരിഗണിച്ചുകൊണ്ട് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്യൂ ചെയ്യാൻ പറ്റും. അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. അതായത് കമ്പനിയുടെ ക്യാപിറ്റൽ ബാക്കി ഉള്ള ഓരോ ബിസിനസ്സിനെ അപേക്ഷിച്ച്, അതായത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ കമ്പനിയുടെ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ടിനെയാണ് എന്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആക്ടിവിറ്റീസൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് എന്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ഫീച്ചർ ഈസ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പ് റിപ്രസെൻറ്റ് ദി ലാസ്റ്റ് സ്റ്റേജ് ഇൻ ദി കമ്പനി ലൈഫ്. വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനി ലൈഫിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. It is a proceeding by which a company is dissolved. The company's assets are disposed of, the debts paid off out of the realized assets, and the surplus any is then distributed among the members in proportion to their holdings in the company. അതായത് കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ എന്തൊക്കെ ഡെപ്റ്റ്സ് ആണ് കൊടുക്കാനുള്ളത് അതൊക്കെ കൊടുത്തു തീർക്കും. പിന്നെ അവിടുത്തെ സർപ്ലസ് വരുന്ന എമൗണ്ട് ഓരോ മെമ്പർ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തതിനനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് വൺ വോളണ്ടറി അസോസിയേഷൻ. അതായത് കമ്പനീനെ ഒരിക്കലും എന്താണ് കമ്പൽ ചെയ്തിട്ടല്ല ഒരു മെമ്പറിങ് കമ്പനിക്ക് ഒരു മെമ്പറാവാൻ പറയുന്നത്. അത് വോളണ്ടറി, അവർ സ്വമേധയായി ഒരു ഗ്രൂപ്പ് ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കുന്നതാണ് കമ്പനി എന്ന് പറയുന്നത്. പിന്നെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. അതായത് ഒരു നിയമപ്രകാരമുള്ള കമ്പനി മെമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. പിന്നെ പെർപ്പച്വൽ സക്സഷൻ ഉണ്ടായിരിക്കും. പെർപ്പച്വൽ സക്സഷൻ അതായത് കമ്പനിക്ക് എന്തുണ്ടായിരിക്കും, ഒരു കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് കമ്പനിക്ക് ഉണ്ടായിരിക്കും. ഒരിക്കലും ഒരാളുടെ ഡെത്ത്, ഒരു മെമ്പറിൻ്റെ ഡെത്ത് മൂലമൊന്നും കമ്പനി അവസാനിക്കുന്നില്ല. പിന്നെ കമ്പനിയുടെ ലാബിലിറ്റി, മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ പബ്ലിക് കമ്പനിയുടെ കേസിൽ ഷെയർസ് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും. പിന്നെ സ്യൂ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലാർജ് എമൗണ്ട് ആയിരിക്കും. പിന്നെ വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ കമ്പനി എല്ലാ പ്രൊസീഡിങ്സും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയാണ്